ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഇവിടുത്തെ ഷൂട്ടൊക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ. അപ്പോൾ നേരം വെളുത്തു, രാവിലെയുള്ള വർക്കൗട്ടും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് സായി റെഡി ആവുന്നുണ്ട്. എനിക്ക് വന്നിട്ട് 9:30ക്കാണ് ട്രെയിൻ. എറണാകുളം ടൗണിൽ നിന്നാണ് തിരിച്ച് വീട്ടിലേക്ക്. അത് കൊല്ലം വരെയുള്ളൂ കേട്ടോ. ടിക്കറ്റ് എനിക്ക് അവിടെ നിന്നാണ് കിട്ടിയത്, ടിക്കറ്റ് ബുക്ക് ചെയ്ത് അവിടെ നിന്നാണ് കിട്ടിയത്. അല്ലാതെ എല്ലാം ഫുള്ളായിപ്പോയി. അപ്പോൾ കൊല്ലത്തുനിന്ന് പിന്നെ അവിടെ നിന്ന് ഒരു 2:30ക്ക് അടുത്ത ട്രെയിനുണ്ട്, അതിൽ വർക്കലേക്ക് ഇറങ്ങാം. അപ്പോൾ രാവിലെ നമുക്ക് ഫുഡ് വന്നിട്ടുണ്ട്. ഫുഡ് എടുത്തിട്ട് ഫുഡ് കഴിച്ചിട്ട് നേരെ വിടാം. ഞാൻ അപ്പോൾ റെഡിയായി നിൽക്കുവാണ്. ബാഗൊക്കെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. സാഹചര്യം എല്ലാം ഓക്കെയാണ്. കുറച്ച് സാധനങ്ങൾ ഇനി പറക്കി വയ്ക്കാറുള്ളൂ. അപ്പോൾ ഫുഡ് എടുത്തുകൊണ്ട് വരട്ടെ. ഫുഡും കഴിച്ചിട്ട് ഒറ്റ ഓട്ടം, പെട്ടെന്ന് പോകണം. ഇപ്പോൾ സമയം 8 മണിയായി. 10 മണിക്ക് മുമ്പ് അവിടെ എത്തണം. അപ്പോൾ നമുക്ക് രാവിലത്തെ ഫുഡ് എന്തൊക്കെയാണ് വന്നിട്ടുള്ളതെന്ന് നോക്കാം. ഇതാണ് ഇതിൽ കൊണ്ടുവന്നത്. നല്ല ചൂടായിട്ടിരിക്കും. മസാല ദോശയാണ്. മസാല ദോശയാണ്. 4 പീസ് മസാല ദോശയുണ്ട്. ഇടിയപ്പം, മുട്ടക്കറി, സാമ്പാർ, ചമ്മന്തി. അപ്പോൾ പെട്ടെന്ന് അറിഞ്ഞിട്ട് പോവാം. പരിപാടി ഓക്കെ. ഒരു മസാല ദോശ. അയ്യോ, മസാല ദോശ എത്തി ചമ്മന്തി ഒഴിക്കട്ടെ. ചമ്മന്തി ഒഴിക്കാൻ മറന്നു. മസാല ദോശ ചമ്മന്തി ഒഴിച്ച് ഇവിടെ നിന്നപ്പോൾ കഴിക്കുക. പെട്ടെന്ന് കഴിച്ചിട്ട് പെട്ടെന്ന് ഓടാം. അപ്പോൾ സുഹൃത്തുക്കളെ, ഞങ്ങൾ ഈ റൂമിൽ നിന്ന് ഇറങ്ങുകയാണ്. ഇനി അടുത്ത ഷൂട്ടിന് അടുത്ത റൂമിൽ വെച്ചാണ്. അയ്യോ, എൻ്റെ വള എടുത്തില്ല. അപ്പോൾ എല്ലാം എടുത്തല്ലോ അല്ലേ. റൂം പൂട്ടി ഇറങ്ങി. ഓക്കെ, ചില്ലറ ഒട്ടിക്കുമ്പോ പാണ്ട ബേഗോട്ടോ പോണം. കൊച്ചു സോറി മാൻ, ഞെക്കം. ഇനി ഇവിടെ നിന്നൊരു 22 മിനിറ്റ് നടക്കുന്നേ ഉള്ളൂ. ഹോട്ടലൊന്നും പോണില്ല. ടൈമുണ്ട്. ഇടയ്ക്കൊന്ന് ഓടുകയും ചെയ്യാം, നടക്കുകയും ചെയ്യാം. എക്സ്പ്ലോർ ആയിട്ടുണ്ടോ? ഇവിടെയായിരുന്നു നമ്മൾ തങ്ങിയിരുന്നത്. ഓക്കെ, ഞാൻ പോട്ടാ. ഓക്കെ ബ്രോ, ശരി, കാണാം. വണ്ടി എത്തറായ? ശരിയാണ്. സാജിർ വന്നിട്ട് എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ്. ഞാൻ ടൗണിൽ നിന്നാണ്. സൗത്ത് ജംഗ്ഷൻ. സംശയം ചോദിച്ചു, അത് തന്നെ. അപ്പോൾ സാജിർ ഈ ഓട്ടോയിൽ പോവുകയാണ്. നമ്മൾ രണ്ട് സ്ഥലത്തോട്ടാണ് കേട്ടോ. അതുകൊണ്ടാണ് പുള്ളി അങ്ങോട്ടും ഞാൻ ഇങ്ങോട്ടും. പുള്ളി കോഴിക്കോട്ടേക്കാണ്, ഞാൻ ട്രിവാൻഡ്രത്തേക്കാണ്. പുള്ളിക്ക് അവിടെ നിന്നാണ് ട്രെയിൻ, എനിക്ക് ഇവിടെ നിന്നാണ് ട്രെയിൻ. അതുകൊണ്ട് നമുക്ക് ഒരുമിച്ച് പോകാൻ കഴിയത്തില്ല. അപ്പോൾ അന്ന് വന്നതുപോലെ രാത്രി വന്നല്ലോ, അതേപോലെ ഒരു 22 മിനിറ്റ് നടക്കണം. അതിപ്പോൾ എത്തും, ചടപടയിൽ നിന്ന് എത്തും. ഒരു ടാറ്റ കൊടുത്തിട്ട് പോവാം. ഇങ്ങോട്ടാണ് പോകാം. പണി കിട്ടി സുഹൃത്തുക്കളെ. മഴ, മഴ പെയ്യുന്നു. പണി കിട്ടി. ഇനിയിപ്പോൾ വല്ല ഓട്ടയും പിടിച്ച് പോകേണ്ടി വരും. ഞാൻ കുറച്ച് നേരം കൂടെ നോക്കട്ടെ. മഴ വലുതായിട്ട് ഉറച്ചില്ല കേട്ടാ.
ഞാൻ ചെറിയ ചാറ്റിലുള്ളായിരുന്നു, പക്ഷേ ഞാൻ നടന്ന് ഇപ്പോൾ ദാ മെയിൻ റോഡെത്തി. ഇനി ഇവിടെ നിന്നൊരു 9 മിനിറ്റ് ഉണ്ട്. 9 മിനിറ്റ് കൂടെ നടന്ന് കലൂർ മെട്രോ എത്തും. അവിടെ നിന്ന് പിന്നെ ഒരു സ്റ്റേഷനേ ഉള്ളൂ, പിന്നെ നടക്കാവുന്ന ദൂരമേ ഉള്ളൂ. പിന്നെ ട്രെയിനിന് ടൈം ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ പിന്നെ മെട്രോയിൽ കയറി പോകാമെന്ന് വെച്ചു. ഓക്കേ, ഇനി ഒറ്റ റോഡാണ്, മെയിൻ റോഡാണ്. മെയിൻ റോഡ് നേരെ കലൂർ ജംഗ്ഷൻ. ഇനി 9 മിനിറ്റ് ഈ അപ്പുറം ചേടാം. ഇവിടെ നിന്ന് നേരെ നോക്കി എനിക്ക് കലൂർ ജംഗ്ഷൻ കാണാൻ പറ്റുന്നുണ്ട്. നേരെ ഒറ്റ റോഡാണ് കേട്ടോ. ഇനി ഒരു 6 മിനിറ്റ് കൂടെ ഉണ്ട്. പക്ഷേ മഴ ഉറയ്ക്കുവാണ്. 8:42 9:30 ആണ് ട്രെയിൻ. പക്ഷേ ട്രെയിൻ ലേറ്റാണ്. മഴ ഇങ്ങനെ കാണാൻ കഴിയുന്നുണ്ടോയെന്ന് അറിയത്തില്ല. മഴ ഉറയ്ക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ എൻ്റെ പൊന്നെ ഞാൻ പെട്ട്. ഇനി കുറച്ച് ദൂരം കൂടെ ഉള്ളായിരുന്നു. അപ്പോൾ ഞാൻ കലൂർ സ്റ്റേഷൻ എത്തി കേട്ടോ. സ്റ്റാൻഡല്ല, ജംഗ്ഷൻ. ഇതാണ് കലൂർ മെട്രോ. ഓ, ഈ സൈഡുള്ള ഇതിലേ കയറാം. ഇത്രയും കിടന്ന് ഓടി. ഞാൻ അവിടെ നിന്നൊരു ഒറ്റ ഓട്ടം ഓടി. അവിടെ നിന്നൊരു 6 മിനിറ്റ് ഉണ്ടായിരുന്നു നടത്താൻ. മഴ ഉറക്കുന്നതിന് മുമ്പ് ഞാൻ ഓടി. നല്ല മഴ പെയ്യുന്നുണ്ട്. ഓടിയതുകൊണ്ട് രക്ഷോട്ട്. ഈ ഇപ്പുറത്തെ സൈഡ് കൂടെ നമുക്ക് മെട്രോ സ്റ്റേഷൻ്റെ അകത്ത് കയറാൻ വഴിയുണ്ടായിരുന്നു. അതുകൊണ്ട് കുഴപ്പമില്ല. ഇനി ഓക്കെയാണ്. പിന്നെ അവിടെ ചെന്നിട്ട് കുറച്ച് നടക്കാറുണ്ട്. എറണാകുളം ടൗൺ ഹാളിൽ നിന്ന് കുറച്ച് നടക്കാറുണ്ട്. അതും കൂടെ അവിടെയും മഴയില്ലെങ്കിൽ രക്ഷപ്പെട്ടു. സ്റ്റെപ്പെങ്കിൽ സ്റ്റെപ്പ്, എത്രയോ സ്റ്റെപ്പുകൾ കയറിയിരിക്കുന്നു അല്ലേ. ഇന്നെയാണോ ഇത്? എറണാകുളം ടൗൺ റെയിൽവേ സ്റ്റേഷനായി കേട്ടോ. കുറച്ച് ദൂരം കൂടെ ഉള്ളു. സംഭവം മെട്രോ ഇറങ്ങിയതിന് ശേഷം ചെറുതായിട്ട് ചാറ്റലുണ്ടായിരുന്നേ ഉള്ളൂ. വലിയ മഴയില്ല. അതുകൊണ്ട് ഇപ്പോഴും വലിയ രീതിക്ക് നനയാതെ സ്റ്റേഷൻ എത്താൻ പറ്റി. കുറച്ചേ ഉള്ളൂ, ഒരു ഇത്തിരി. അരമണിക്കൂർ നേരത്തെ ആണ് കേട്ടോ. 9 മണി കഴിഞ്ഞതേ ഉള്ളൂ. ഓക്കെ, എറണാകുളം റെയിൽവേ സ്റ്റേഷൻ നോർത്ത്, അതായത് ടൗൺ. അപ്പോൾ പ്ലാറ്റ്ഫോം നമ്പർ 2-ലാണ് ട്രെയിൻ വരുന്നത്. ഓൾറെഡി ട്രെയിൻ ലേറ്റുമാണ്. ഓക്കെ, അവിടെ പോയി വെയിറ്റ് ചെയ്യാം. 10ാം നമ്പർ ബോഗി. ഓക്കെ, അപ്പോൾ ഞാൻ ട്രെയിനിൽ കയറി. ട്രെയിൻ അരമണിക്കൂർ ലേറ്റാണ് കേട്ടോ. അപ്പോൾ ഒരു 12:45 1 മണി അടുപ്പിച്ച് കൊല്ലത്തെത്തും. കുഴപ്പമില്ല, ലേറ്റായാലും കുഴപ്പമില്ല. എനിക്ക് അവിടെ നിന്ന് പിന്നെ 2:30 ഉള്ളൂ ട്രെയിൻ. അതുകൊണ്ട് കുഴപ്പമില്ല. ഞാനേ കൊല്ലം ജംഗ്ഷനിൽ വന്ന് കേട്ടാ. സംഭവം ഇവിടെ നിന്ന് ഇനി 3 മണിക്കേ ഉള്ളൂ ട്രെയിൻ. ഞാൻ അപ്പോഴത്തേക്ക് ഇവിടെ നിന്ന് ബസ്സിൽ പോകാനുള്ള പരിപാടിയാണ്. ബസ്സിൽ പോയി പാരിപ്പള്ളി ഇറങ്ങിയിട്ട് അവിടെ നിന്ന് വേറൊരു പണിയെന്ന് പറഞ്ഞാൽ വർക്കല റെയിൽവേ സ്റ്റേഷൻ പോകണം. എൻ്റെ ബൈക്ക് അവിടെയാണ്. ഇല്ലെങ്കിൽ പിന്നെ ഇവിടെ വെയിറ്റ് ചെയ്തിട്ട് 3 മണി വരെ ഞാൻ ഇവിടെ പോസ്റ്റായിരിക്കുന്നു. എനിക്കാണെങ്കിൽ നല്ല വിശപ്പുമായി. എന്താണെന്ന് നോക്കട്ടെ. ബസ് വരണമെന്നുണ്ടെങ്കിൽ ബസ്സിൽ കയറി പോവാം. ഇല്ലെന്നുണ്ടെങ്കിൽ
3 മണിക്കുള്ള ട്രെയിൻ നോക്കണോ വേണ്ടതെന്നാണ് ആലോചിക്കുന്നത്. ആ സമയം ഉണ്ടെങ്കിൽ ഞാൻ അങ്ങ് വീടെത്തും. ഓക്കെ, അപ്പം ഞാൻ ഒരു ട്രാൻസ്പോർട്ടിൽ ഫാസ്റ്റ് അപ്പം ഞാൻ KSRTC കയറിയിട്ട് കല്ലമ്പലത്ത് വന്നു കേട്ടോ. ഇനി കല്ലമ്പലത്തുനിന്ന് മൈതാനം വർക്കലയ്ക്ക് പോകണം. ഇപ്പം സമയം 1 മണി, അല്ലെങ്കിൽ 3 മണി വരെ ഞാൻ അവിടെ പോസ്റ്റ് അടിച്ചിരിക്കണം. അതാ നല്ല വിശപ്പുമായി. 3 മണിക്ക് മുമ്പേ അല്ല ഒരു 2:30 ആയപ്പോൾ ഇവിടെ എത്തും. കല്ലമ്പലം വർക്കല ബസ് വന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഒരു 2:30 ആയപ്പോൾ വർക്കല മൈതാനമല്ല വർക്കല റെയിൽവേ സ്റ്റേഷൻ എത്തി. ഇനി ബൈക്ക് എടുക്കണം, നേരെ വീട്ടിലോട്ട് പോകണം. വിശക്കും, സുലക്കെല്ലാം മേടിച്ചുകൊണ്ട് പോകണം. അപ്പോൾ നേരെ വീട്ടിലോട്ട് പോവുകയാണ്. കടയിൽ പോകണം, എന്തെങ്കിലും ഒന്ന് മേടിച്ചുകൊണ്ട് പോകണം. ഓക്കെ, കർശി ഉറങ്ങിയോ? എന്ത് മോന്ത് ഇരിക്കണം ഇന്നിരിക്കണം. അപ്പോൾ സുഹൃത്തുക്കളെ, ഞാൻ വീടെത്തി കേട്ടോ. വീടെത്തിയപ്പോൾ ഒരാൾ നല്ല ഉറക്കത്തിലായിരുന്നു. വണ്ടിയുടെ സൗണ്ട് കേട്ട് പെട്ടെന്ന് ചാടി എണീച്ച്. പക്ഷേ എന്തരീ പാപ്പം 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 അവിടെ വണ്ടി വന്നു. അങ്ങനെ അത് ചോറ് ഇതൊക്കെ കൊണ്ടുവന്നു.